സിംഗം ഓടിപ്പോ. അപ്പോ കൊച്ചു കൊച്ചാശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെട്ടിനാട് പഴം പായസം. ചെട്ടിനാട് ചെട്ടിനാട് പഴം പായസം. പഞ്ചസാര, குங்குமப்பூ, അതിന്റെ ഇടയിലുള്ള ഇതെന്താ? அது அப்புறம் சொல்றேன். இது நம்ம அரி ஊற வச்சிருக்கீங்க, பச்சரி ஊற வச்சது, பின்ன பாதாம், முந்திரி. മുന്തിരി അല്ലത്, கசுவண்டி. இது வந்து கேஷ்யூ. இது இல்ல, டேட்ஸ். அது ட்ரை டேட்ஸ். ட்ரை டேட்ஸ் உனக்கு முந்திரி. அது ட்ரை டேட்ஸ். இது வந்து அது இங்கிலீஷ்ல இல்ல, ஏலக்காய். பனானா. இது அப்புறம் இது என்னது? மேங்கோ. இது பொமோகிரானேட், கிரேப்ஸ். என்ன காஃபியா? അത് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ്. ഓക്കേ. അപ്പൊ ഇത്രയാണ് ഗൈസ് സാധനങ്ങള്. ഓക്കേ, നിങ്ങൾ ഇവനെക്കാട്ടി നന്നായിട്ട് മക്കളെ പ്രധാനമായിട്ടുള്ള കാര്യം മൂടി വെച്ചിട്ടുണ്ട്. അത് പായസത്തിന്, എല്ലാ പായസത്തിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് മാത്രം വെച്ച് ചെയ്യുമോ? അങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് മാത്രം വെച്ച് ചെയ്യടി ചെട്ടിനാട് പഴം പായസം. ഹലോ, അടങ്ങ് മോളെ, അടങ്ങ്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇത് പറയുമ്പോ അത് ഹീറോ ഇൻട്രോ അല്ലേ? അതാണ് ഒരു 100 എപ്പിസോഡിന് ശേഷം. ഓക്കെ, അപ്പൊ നമുക്കെന്നാ തുടങ്ങാം ഗൈസ്. ഇങ്ങനെ ഒരു തല എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു പാലെടുത്തിട്ട്, കുറച്ച് പാലെടുത്തിട്ടുണ്ട്. എത്ര ലിറ്ററാ? 1 ലിറ്റർ പാൽ. 1 ലിറ്റർ പാൽ. ഒട്ടകപ്പാൽ. ഒട്ടകപ്പാലാ? ഡിഫറെന്റ് റീച്ച് ആവുന്നുണ്ട്. ഒട്ടകപ്പാലിന്റെ പായസം ഒന്ന് പോണം. ഞാൻ ഈ ഒട്ടകപ്പാലിനായിട്ട് ദുബായ് വരെ പോണേ. അതിനൊന്നും വേണോന്ന് പറഞ്ഞില്ലല്ലോ ഒട്ടകപ്പാല്. 9 നാളെ ആശയം പായസം ഉണ്ടാക്കാൻ. ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ ഇതുപോലെ എന്തോ ഒരു അവാർഡ്സിന് വേണ്ടിട്ട് ദുബായിൽ പോയപ്പോഴത്തേനും ഒട്ടകപ്പാലില് കോഫി കുടിച്ചു. എനർജിയാണെന്നറിയാമോ? ആ, നല്ല എനർജി. ഭയങ്കര തിക്കാണ്. നല്ല ഹെൽത്തുമാണ് നമുക്ക്. സ്റ്റവ് ഓൺ ചെയ്തു. തീ കത്തിക്കണോ? കത്തിക്ക പോത് വലുതൊക്കെ പറ, അല്ലെങ്കിൽ തന്നെ ഈ പറയണൊക്കെ നടക്കണേണ്. കൺട്രോൾ. അപ്പൊ ഒരു കാര്യം, നിനക്ക് പണി തരാം. നീ ആദ്യം പോയി നമ്മുടെ ഒരു 2 സ്പൂൺ പച്ചരിയാണ് എടുത്തത്. 2 സ്പൂൺ പച്ചരിയില് 4 ഏലക്ക അതങ്ങോട്ട് ഇട്ട് ഇതുകൊണ്ട് അരച്ചിട്ട് വരണമാ? നശിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ പോയി റെഡിയാക്കി തരാം. എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞു. അരച്ചു കഴിഞ്ഞാ 1 മണിക്കൂറായില്ല പോയിട്ട്. ശശികല ചാർത്തിയ ദീപാവലയും നം തനനം 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 ടീങ് ടീങ് ടീങ്. അങ്ങനെ പച്ചരി നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടാണ് ഇട്ടിരുന്നത്. എത്ര നേരം ഇട്ടു? ഒരു 15 മിനിറ്റ്. 15 പച്ചരി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇപ്പൊ ഇതിലേക്ക് ഇടണോ? ഇതിലേക്ക് ഇട്ട അപ്പൊ നന്നായിട്ട് കുറുക്കി അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അരി ഇട്ട് കഴിഞ്ഞാല് നമ്മള് സിമ്മ അതന്നെ സിമ്മിലിട്ടണം. எதுக்காண்டி அரிசி அரைச்சு ஊத்துறதுல? எல்லா பாயசத்துல இப்படி பண்ணுவோமா? എല്ലാ പായസത്തിനും അങ്ങനെ അരച്ചു കിട്ടൂല. ഇതാരും നമ്മളെ സ്പെഷ്യൽ പായസം നിനക്ക് വേണ്ടി മാത്രം വെച്ചെടുക്കുന്നത്. അടുത്ത പണി ഞാൻ ഗസ് ചെയ്യട്ടെ. ഇതിന് തോലുരിച്ചെടുക്കണം. അതാണ് തോലുരിച്ചിട്ട് ഇത് അരച്ചുകൊണ്ടുവരണം. എനിക്കൊന്ന് സാപ്പിടുത്താங்க. തോലുരിച്ചിട്ട് ഇത് അരച്ചുകൊണ്ടുവരണം. ഇവിടെ തിന്ന് തീർക്കാനല്ല പറഞ്ഞു. നീ എടുത്തോളാം. തോലുരിച്ചിട്ട് അരച്ചുകൊണ്ടുവരണം. അയ്യേ, ഉരിക്കണമാ വായി നോക്കിണ്ടവൻ. பாதாம்னாலே தோல் தானக்கா சத்து, அதையும் உரிக்கிறோம். അത് ഈ പായസം ചെയ്യുമ്പോണ്ടല്ലോ ഇങ്ങനെ ആ തൊലി ഒരു കരകരകരാന്നിരിക്കും. ഓ, മനസ്സിലായോ? അതെന്താണ് എനിക്ക് വിഷയം മറുപടി. എന്തിനാ ഒരിക്കലും സത്യത്തിൽ അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല അങ്ങോട്ട് പറയാ. உங்ககிட்ட அந்த கான்ஃபிடன்ஸ் பிடிக்காட்டி என்னன்னாலும் ஒண்ணு வச்சிருப்பேன்டா. இந்தாங்க. சரி, நீங்க தானே எல்லா எபிசோட்லயும் பாட்டு பாடுறீங்க. ஃபார் தி சேஞ்ச் இன்னைக்கு நான் பாடுறேன் பாட்டு. ஓகே, நீ பாட போனா? ஆமா, சரி பாடுறாங்க. மூ பாடிக்கணும்.
உயிரும் நடுங்குதே உனையும் எந்திடவே உடைந்த வீரனே கலங்கி அழுகிறே சுழலும் உலகமே எனக்கு உறைந்ததே அடுத்த நிமிடமோ நகர மறுக்குதே മാറിൽ ഉണ്ണை മാറിൽ ഉണ്ണை സായിക്കുന്നല്ലോ അത് അത് ഹൈ പിച്ച് അല്ലേ അത് அதுல வரும் எனக்கு ஹை பிச் வரணும்ல ഇത് പാടാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പാടണം ഓ ട്രൈ ചെയ്യും മോനെ. ട്രൈ ചെയ്യടാ ലൈഫ് ഇസ് ഓൾ അബൌട്ട് ട്രൈയിങ് യു ക്യാൻ ஓகே ஃபுல்லா ஹை பிச் ആ come on try. உயிரும் நடுங்குதே உனையும் எந்திடவே உடைந்த வீரனே கலங்கி அழுகிறே ആഹാ. சுழலும் உலகமே எனக்கு உறைந்ததே ആ. அடுத்த நிமிடமோ நகர மறுக்குதே மாறில் உன்னை சாய்த்து உறங்க வைப்பதா இறந்த உயிருக்காக கொல்லி வைப்பதா போர்க்கண்ட சிங்கம் നീ ബാലൻസ് ചെയ്തോട്ടെ ഞാൻ പാടാം. என்னாச்சு நல்லா பண்ணு എല്ലാ കാര്യങ്ങളും നിനക്ക് പാടാൻ അമ്മ വാ 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 ചെയ്തു തീർക്ക എന്തായാലും തുടങ്ങി இது யாருமே ட்ரை பண்ணதில்ல എന്നൊക്കെ പറയാം, ഇങ്ങനത്തെ ഒരു try ഉണ്ടോടാ? இல்ல ഇങ്ങനത്തെ ഒരു try ഉണ്ടോടാ? കോൺഫിഡൻസ് ആവാം ஓவர் கான்ஃபிடன்ஸ் ஆகுன்றீங்களா അല്ല അടിപൊളിയായിരുന്നു கமெண்ட்ஸ்ல ஒண்ணும் பாருங்க புரியல. கமெண்ட்ஸ்ல ഇല്ല, பாருங்க നീ try ചെയ്യ്. അവനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തേക്കട്ടോ പാവല്ലേ அது എനിക്ക് വേണ്ടിട്ട് ആ ലാസ്റ്റത്തെ അതില്ലതാ ആ ലാസ്റ്റ് ആ ബെസ്റ്റ് ലൈനാണ് അതൊന്നും കൂടെ പഠിക്കണത് போர்க்கண்ட சிங்கம் അയ്യോ காலில் கொண்ட நெஞ்சம் സിംഗം ഓടിപ്പോകും അപ്പൊ ബദാം ഞാൻ കംപ്ലീറ്റ് ഉരിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അവന്റെ പാട്ടായിട്ട് തന്നെത്താൻ உறிஞ்சு போய் നല്ലോണം നീട്ടി അരച്ചിട്ട് കേട്ടാ. നീട്ടി അരച്ചിട്ട് വരണോ ആ. ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 തനനോ. തേങ് തേങ്. അപ്പൊ അത് നല്ല ഫൈൻ ആയിട്ട് അരച്ചുകൊണ്ട് കുറച്ച് നീട്ടി അരച്ചോണ്ട് വരാന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നീട്ടിട്ടില്ലല്ലോ അങ്ങോട്ട് ഇട് വെള്ളം വേണോ ആ, ഇപ്പൊ കശുവണ്ടി ബദാം ഇത് നല്ലോണം അരച്ചോണ്ട് നിന്നിട്ടാ. നമ്മളിതൊരു അരമണിക്കൂർ കുതിർത്തി പിന്നെ ബദാമിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നല്ലോണം കുറുകി വന്നു കഴിഞ്ഞ് പഞ്ചസാര ഇടണ്ടേ പിന്നെ ഇനി എന്തെല്ലാം സാധനങ്ങൾ ഇടാനായിട്ട്. ഇത് ഞാനൊരു 150 ഗ്രാം പഞ്ചസാരയാണ് എടുത്തേക്കണത്. കറക്റ്റ് അളവാണ്. ഇത് കൂടുതൽ പഞ്ചസാര വേണമെന്നുള്ളവര് കൂടുതൽ ഇടാട്ട. போதும் போதும் இதுக்கு மேல வேணாம் പക്ഷെ പായസത്തിന് പഞ്ചസാര ഒന്നെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര അതില്ലെങ്കിൽ ഒരു നമ്മള് കറക്റ്റ് ആയിട്ട് അത് ഇട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പായസം അല്ലേ அது இந்த ஃப்ரூட்ஸ் எல்லாம் போட்டா ரொம்ப ஓவர் ஸ்வீட் ஆயிடாது സത്യം ഇപ്പൊ ഞാൻ പറയാം ദോശയ്ക്ക് ഒന്നെങ്കിൽ നല്ല നെയ്യ് എണ്ണയൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇടണം എന്നിട്ട് നമുക്ക് എന്താ പറയാ ഡയറ്റിങ് കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം കഴിക്കുമ്പോ അടിപൊളി അപ്പൊ ഇനി കുറച്ച് കണ്ടൻസ് മിൽക്ക് കേട്ടാ. മിൽക്ക് മെയ്ഡ് ഒരു 3/4 കപ്പ് മിൽക്ക് കപ്പ് ഉണ്ട്, പക്ഷെ 3/4 കപ്പ് ഇടൂല. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 3/4 കപ്പ് എന്ന്. மில்க் ஐட்டம்ஸ் தான் ரொம்ப பிடிக்கும் 3/4 കപ്പ് എടുത്തേ ഉള്ളൂ, പക്ഷെ ഒരു കാഭാഗമൊക്കെ ഇടുള്ളൂ. வாவ் യമ്മി இந்த ஆடுல வர்ற மாதிரி இருக்கு மணல் மணலாய் அம்மா செய்த நெய் போல அந்த மாதிரி എന്തെന്ന് ஒரு ஆடு வரும் மணல் மணலாய் லைட்டா சாண்டியா இருக்குமா நெய் നെയ്യോ அம்மா செய்த நெய் போல ഇനി അമ്മ കൈ പൊള്ളിച്ച് എന്ന് പറയരുത്. എല്ലാം കറക്റ്റ് അല്ലേ? അടിപൊളി അങ്ങനെ നമ്മുടെ പായസത്തിന്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്ക് മസാല റെഡി ആക്കണ പോലെ. ഓക്കെ பிரியாணியா ആദ്യം ഈ കുങ്കുമപ്പൂ. குங்குமப்பூவே பாடுங்க ஆண்டி കുങ്കുമപ്പൂവേ കൊഞ്ചുമ്പുരാവേ കുങ്കുമപ്പൂവിന് വെള്ളം മാത്രമേ വീണുള്ളൂ, ഒരൊറ്റ കുങ്കുമപ്പൂ പോലും വീണില്ല. വീഴ്ത്തിയപ്പോലെ കുങ്കുമപ്പൂ നോക്കി നല്ല കളർഫുൾ ആയിട്ട് നിക്കണ കണ്ടാ.
അപ്പൊ നീ ഒരു കത്തി എടുത്തിട്ട് ആ പഴം പഴത്തെ ഊർച്ചയാ പോടலாம் ഇത് കത്തി എടുത്ത് വെട്ടി പോടണം അരിഞ്ഞിടണോടോ, അറിയണം അറിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ ചുവപ്പ് കളർ ചിങ്കിച്ച ഞാൻ വളരെ എല്ലാ ഒരു മിനിറ്റ് ഈ ചോപ്പ് കളർ ജിങ്കിച്ച മഞ്ഞ കളർ ജിങ്കിച്ച ഒന്ന് ഇത് മേഘ്ന സ്റ്റുഡിയോ ബോക്സ് തുടങ്ങിയ സമയത്തോട്ട് അമ്മ യൂസ് ചെയ്യണതാ. എല്ലാ വീഡിയോയിലും മഞ്ഞ കളർ ജിങ്കിച്ച, ചോപ്പ് കളർ ജിങ്കിച്ച, പച്ച കളർ ചെയ്യണമെങ്കിൽ പച്ച കളർ ജിങ്കിച്ച, ഗ്രേ കളർ ജിങ്കിച്ച മതി. അത് എനിക്ക് വരെ മടുത്തു തുടങ്ങി. ആൾക്കാരുടെ കാര്യം പറയണോ? അമ്മ അത് മാറ്റി പിടിച്ചേ. ഗ്രേ കളർ ജിങ്കിച്ച അമ്മ മാറിയപ്പോ ഇവനായപ്പോ. അപ്പൊ നമ്മള് നമ്മുടെ ഏതാ ഫസ്റ്റ് ഇടാൻ പോണേ? ഫസ്റ്റ് ഇടാൻ പോണ നമ്മുടെ ചോപ്പ്. അടുത്ത നമ്മള് മാമ്പഴം ഇട്ടു. മാമ്പഴം ഗോവ മാമ്പഴം സേലത്ത് മാമ്പഴം നാണ്ടാനടി. ഇപ്പൊ എല്ലാ പാലത്തും ഒരു പാട്ട് പാടിയിരുന്നേ. അടുത്തത് നമ്മുടെ ഞാലിപ്പൂവൻ പഴം. പഴത്തിന്റെ ഏതാ പാട്ട്? நீங்க தான் சொல்லணும். நீங்க தானே പഴുത്ത പെണ്ണെ നിന്നെ കാണാൻ. പഴുത്ത പെണ്ണെ നിന്നെ കാണാൻ ഗ്രീൻ കളർ. ഇനി നമ്മുടെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അവനായിട്ട് നോക്കി. ഇടൂ നമ്മുടെ ഓണക്കമുന്തിരി. ഉണക്കമുന്തിരി പരക്ക പരക്ക മടുക്കുവോളം തിന്നൊക്കെ തിന്നൊക്കെ തേങ്ങ കൊത്തുന്നു കൊറിക്ക കൊറിക്ക വെറ്റില പാക്ക് ചവക്ക ചവക്ക. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ചെട്ടിനാട് പഴം പായസം. പഴം പായസം അല്ലേ? അതെ. ചെട്ടിനാട് പഴങ്ങൾ പായസം റെഡി. 5 മിനിറ്റിൽ ചെയ്യலாம். അതെ, 5 മിനിറ്റ് കൊണ്ട് ചെയ്യാം. അതെ, 5 മിനിറ്റ് ചെയ്യാം. കൂടുതൽ പണിയൊന്നുമില്ല. തേങ്ങാപ്പാൽ എടുക്കണ്ട, ശർക്കര പാനി എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഉള്ളൂ ഇതിന്റെ ഫോർമാലിറ്റീസ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. മുഖ്യമാ அந்த பாட்டை பத்தி கொஞ்சம் கமெண்ட் பண்ணிருங்க. പായസൂട്. അപ്പൊ കസ്റ്റർഡ് പൗഡർ ഇല്ലാണ്ടൊരു ഫ്രൂട്ട്സ് ആയിട്ട് കസ്റ്റർഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് പിള്ളേർക്ക് പറ്റിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷെ നല്ലല്ലേ പാല് എല്ലാം നല്ല പ്രോട്ടീൻസ് കംപ്ലീറ്റ് നല്ല ശരീരത്തിന് നല്ല. இன்னும் 2 എടുത്തിരുന്നിരിക്കും. ഇതിലും ചെറിയ സ്പൂൺ കിട്ടിയില്ലടാ നിനക്ക്? ഇതാണ് കലകർത്തോ. സാധനം എടുക്കുമ്പോ കിട്ടൂല. നോക്കിയേ ഗൈസ്, അവൻ നമ്മളെ പഴം പായസം കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് വന്ന സ്പൂണാണ്. ഐസ്ക്രീമിന് പോലും ഈ സ്പൂൺ അവനങ്ങനെ പറയാട്ടോ. നല്ല നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സമ്മയായിരുന്നു പറയാം. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താന്ന് അറിയോ, എന്തെങ്കിലും ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയും அக்கா ஒரு மாதிரி டிஃபரெண்டா இருக்குக்கா. பொய்யும் சொல்ல மாட்டேன் உண்மையும் சொல்ல மாட்டேன். ന്യൂട്രൽ അപ്പൊ സത്യാണല്ലടാ. ഞാനൊരു ഏറെ നോക്കിയതാ കണ്ട എന്റെ പല ഡിഷിനും അവൻ പറയാറുള്ളത് ഡിഫറെന്റ് ഇറക്കാണ്. ഇനി അവൻ വീഡിയോ ചെയ്യുമ്പോ ഡിഫറെന്റ് ഇറക്കുന്നത് പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കുഴപ്പമില്ല. എന്താ നീ ഇത് ചെട്ടിനാട് പഴം പായസം എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രേ